Hi friends, Assalamualaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് റവയാണ്. വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റവ ഇവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉണ്ട ശർക്കരയാണ്. ഒരു ഉണ്ട ശർക്കരയിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതൊരു തുടച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ജാറ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ഏലക്ക ഇവിടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. റവ നമ്മൾ എത്ര മിക്സിയിൽ പൊടിച്ചാലും വല്ലാണ്ട് പൊടിയൊന്നുമില്ല, തരിയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല. ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയിൽ ചെറിയ ചൂടുണ്ടാകും, അത് കുഴപ്പമില്ല. നല്ല തിളച്ചപൊടി ചേർക്കാതിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ബാറ്റർ അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് റവ എടുക്കുമ്പോഴാണ് ബാക്കി എല്ലാ ചേരുവകളും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു കപ്പ് റവ എടുക്കുമ്പോൾ എല്ലാ ചേരുവകളും പറഞ്ഞതുപോലെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കൂടുതൽ അളവിൽ റവ എടുക്കുമ്പം എല്ലാ ചേരുവയും അതേപോലെ തന്നെ കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ ചില റവ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പാലിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം കൂടുതൽ കുടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം പാല് കൂട്ടി ചേർക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ? അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസും ആകരുത്. ഇത് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു പരുവത്തിൽ നമ്മൾ കലക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റവ ആയതുകൊണ്ടാണ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ റവ നല്ല സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് കുറച്ചുകൂടി ഒന്ന് നമ്മൾ നേരത്തെ കണ്ടതിലും ഒരല്പം കൂടി കുറുകി വരും. ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് സോഡാപ്പൊടി. ഇതിന് പകരം നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ പൗഡർ ചേർത്ത് കൊടുത്താലും മതി, ബേക്കിംഗ് പൗഡർ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. നെയ്യ് ഇല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താലും മതി. സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും മണമില്ലാത്ത ഓയിൽ ചേർക്കാം. നെയ്യാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പസോഡയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് അല്പം നെയ്യൊന്നാക്കി കൊടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ആവി വന്നതിന് ശേഷം പാത്രം വെക്കുക. എന്നിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ ചെറിയ കപ്പുകളിലാക്കിയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറുത്ത മുന്തിരി കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഇതെനിക്കൊരു 12 മിനിറ്റ് കൊണ്ടാണ് റെഡിയായി വന്നത്. അതിന് ശേഷം ബാക്കി 9 മിനിറ്റോളം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ എനിക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കത് തുറന്ന് നോക്കാം, തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുത്തി നോക്കാം. നമ്മൾ ടൂത്ത് പിക്കിൽ ഇതുപോലെ ഒന്ന് നോക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കനമില്ലാതെയാണ്, കട്ടി കുറഞ്ഞിട്ടാണ് തയ്യാറാക്കിയത്. വലിയ പാത്രം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കട്ടിയിലൊക്കെ വേണമെങ്കിൽ ചെറിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ചൂടോടെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ നിൽക്കരുത്. അപ്പോൾ കണ്ടോ, പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് കനം കുറവുണ്ടെന്നുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ പറയാൻ മറന്നതാണ്. അപ്പോൾ അത് കരുതിയിട്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാതിരിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് റവയെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്, അതുകൊണ്ടാണ് പറയുന്നത്.
ലൈക്കും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.